നോർത്ത് ഇന്ത്യൻസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാവ് ഭാജി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പച്ചക്കറി കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കുക്കറിൽ ഓയിൽ ചൂടാക്കി കുറച്ച് ചെറിയ ജീരകം പൊട്ടിച്ചതിന് ശേഷം 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കും. ഒരു ചെറിയ ബീട്രൂട്ടും 2-3 ക്യാരറ്റും അതുപോലെ തന്നെ 2-3 വലിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു അരക്കപ്പ് പച്ചപ്പട്ടാണിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം ഇത് വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുക്കും. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിലും കൂടി അടുപ്പിച്ചെടുക്കും. ഒരു വലിയ കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതാക്കി നുറുക്കിയതും അതുപോലെ തന്നെ ഒരു വലിയ സവാള ചെറുതാക്കി നുറുക്കിയതും ചേർത്ത് കൊടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയിലേക്കുള്ള മാത്രം മതി. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി നല്ലോണം വാടി തളർന്ന് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയും 3 ടേബിൾ സ്പൂൺ ഗരം മസാലയും കുറച്ച് മുളക് പൊടി എരിവിന് വേണ്ടി മാത്രം, പിന്നെ കുറച്ച് ഫുഡ് കളറിനാണ്, കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നേരത്തെ വേവിച്ചെടുത്ത പച്ചക്കറികൾ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. കുറച്ച് കസൂരി മേത്തിയും ചേർക്കാം കേട്ടോ. പാവൊന്ന് ചൂടാക്കിയെടുത്ത